ഹായ് എവരിവൺ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ MBBS ഇൻ ജോർജിയ, അതായത് ജോർജിയയിൽ MBBS പഠിക്കുക എന്നുള്ളത്. യുക്രൈനിൽ MBBS ഉണ്ടാകുന്ന നമുക്കറിയാം. യുക്രൈൻ വാർ വന്നപ്പോഴും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് ഇത്രയും കുട്ടികൾ MBBS പഠിക്കുന്ന കാര്യം ഞാനും നിങ്ങളും ഒക്കെ അറിഞ്ഞത്. അപ്പോൾ എന്നെ അറിയാവുന്ന പോലെ തന്നെ ഞാൻ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി നടന്ന ആളാണ്. അപ്പോൾ എൻ്റെ പേര് എബി. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും സ്റ്റഡി അബ്രോഡ് പരമായിട്ടുള്ള ഏകദേശം 27 രാജ്യങ്ങളിലേക്കുള്ള അഡ്മിഷൻസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മെയിനായിട്ട് നമ്മൾ പകുതി വഴിയിൽ നിന്നുള്ള അഡ്മിഷൻസ് ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കത്തില്ല. നമ്മൾ അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഇങ്ങനെയുള്ള രീതി മാത്രമേ ചെയ്തു പോകത്തുള്ളൂ. അപ്പോൾ ഒത്തിരി എൻക്വയറീസ് നമുക്ക് വരുന്നുണ്ട്. എൻക്വയറീസ് എല്ലാം തന്നെ ചേട്ടാ ഞാൻ അപ്ലൈ ചെയ്യുന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരവില്ല. നിങ്ങളുടെ കൺസൾട്ടൻസി ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ ആൾക്ക് അതിനെപ്പറ്റി അറിയാമെന്നുള്ള കാര്യം, അവരുടെ കൗൺസിലേഴ്സിന് അതിനെപ്പറ്റി അറിയാമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ കൺസൾട്ട് ചെയ്യാം. പകുതി വഴി എത്തിയിട്ട് പിന്നെ മറ്റൊരാളുടെ അടുത്ത് ചോദിച്ച് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് സഹായങ്ങൾ പുറത്തുള്ള കുട്ടിക്ക് നമ്മൾ എന്താണെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ ഉറപ്പായിട്ട് നമ്മൾ സഹായിക്കുന്നതാണ്. പിന്നെ മറ്റുള്ള ഇതുപോലുള്ള വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള വീഡിയോസ് കാണിക്കാൻ പറ്റും. കാണാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കോ ഒക്കെ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനോ ഫ്യൂച്ചറിലേക്ക് ഈ ഇൻഫർമേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും എല്ലാ വർഷവും. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജോർജിയനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് ഡോക്ടർ ആകുക എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ ഒരു സെനാരിയോ വെച്ച് മാർക്കിന്റെ ഒരു മത്സരം വെച്ച് നമ്മുടെ നാട്ടിൽ ഡോക്ടർ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ലാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. കാരണം വേറെ ഒന്നല്ല, നമ്മുടെ നാട്ടിൽ നല്ല മാർക്കാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൊത്തത്തിൽ കേരളത്തിൽ എത്ര 10-14 മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ MBBS പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98% അല്ലെങ്കിൽ 100% മാർക്കുകളൊന്നും പോലും പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് പഠിക്കണമെന്ന് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. 1.5 കോടി 2 കോടി എടുത്ത് MBBS നാട്ടിൽ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വന്നു വെച്ചാൽ നമുക്ക് ബെറ്റർ ഓപ്ഷൻ ആണ് ജോർജിയ പോലുള്ള രാജ്യങ്ങൾ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജോർജിയയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയനെ പറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെ അവിടുത്തെ മുൻ പ്രസിഡന്റിന്റെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റിക്ക് വിശ്വാസത്തിന്റെ ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഒബിയസ്ലി നമ്മൾ യൂട്യൂബിലല്ല നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തെ പറ്റി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പലരും ഇടുന്ന അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ യൂട്യൂബിൽ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഞാൻ ജനറൽ ഇൻഫർമേഷൻ ആണ് തരുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ $6000 ഫീസിൽ MBBS പഠിക്കാൻ പറ്റും. അത് ആ കോഴ്സ് അവിടെ പഠിക്കാം. ഇപ്പോൾ നേരെ ഒരു സ്റ്റുഡന്റ് അവിടെ ഇട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് പറയുന്നത് ഞാനിവിടെ പഠിക്കാൻ വന്നു, എനിക്കൊരു സബ്ജക്ട് പോയി തോറ്റു. ഫോർ എക്സാമ്പിൾ ഞാൻ സാൽഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സ് പഠിക്കുന്നതാണ്. എന്റെ യൂണിവേഴ്സിറ്റി തോറ്റെടുത്താൻ എന്റെ യൂണിവേഴ്സിറ്റി പറ്റി മോശം മാത്രമേ എടുത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ക്ലാസ്സിൽ പോകാതെ അറ്റൻഡൻസ് കുറഞ്ഞിട്ട് എനിക്ക് മാർക്ക് കുറഞ്ഞിട്ട് ഞാൻ തോറ്റു കഴിഞ്ഞാൽ അത് എനിക്കറിയാം. അത് ആ സ്റ്റുഡന്റ് പറയുമ്പോൾ ആ യൂണിവേഴ്സിറ്റി കോളേജിൽ അടപ്പായി നമ്മൾ തോക്കും എന്നായിരിക്കും എന്റെ കമ്പനിയിൽ. അപ്പൊ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി നല്ലതാണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യം യൂട്യൂബിൽ നിന്ന് നോക്കി നിങ്ങൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ബേസിൽ നിന്നാണ് നിങ്ങൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് $6000, അതായത് ഒരു വർഷം $6000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു കണക്ക് വെച്ച് ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ ഒരു വർഷം ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് MBBS പഠിക്കാൻ പറ്റും ജോർജിയയിൽ. അതുകൂടാണ് നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ആയിട്ട് വരുന്നത് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് ഒരു $350, അതായത് $350 24,000 രൂപ. ഇന്ന് നാട്ടിൽ ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു കൊച്ചിന് 8,000 ഒരു മാസം, 8,000 10,000 ചെലവുണ്ട് ബാംഗ്ലൂർ പഠിക്കണമെങ്കിൽ. ബാംഗ്ലൂർ ഒരു നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നിപ്പോൾ ഒരു 14 ലക്ഷം രൂപ 4 വർഷത്തേക്ക് വേണം. അപ്പൊ അതിന്റെ കൂടെ കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറായിട്ട് ഇറങ്ങാം. അതായത് 6 years ആണ് കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. പിന്നീട് നമുക്ക് ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് 12th പാസ് ആകുക. 12th പാസ് ആയിട്ട് നീറ്റിന് ജസ്റ്റ് ബേസിക് സ്കോർ, അതായത് ജനറൽ ആണെങ്കിൽ 125, റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 110. ഞാൻ ഈ പറയുന്ന വീഡിയോസ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കമന്റില്ല, ഞാൻ ആ കമന്റ്സ് പിൻ ചെയ്യുന്നതായിരിക്കും. ഞാനും കാരണം യൂട്യൂബ്, ഗൂഗിള്, അതുപോലെ തന്നെ നമുക്കുള്ള ഇന്റർനാഷണൽ ഏജൻസ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഞാനും വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ആ കമന്റിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും, ആ കമന്റ് പിൻ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മളിതൊരു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക എന്നുള്ള രീതിയിലും നമുക്ക് പുതിയ സ്റ്റുഡൻസിനെ വരിക എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു തർക്ക വിഷയമായിട്ടില്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് പറയാനുണ്ടെങ്കിൽ നമുക്കിപ്പോ $350 മന്ത്ലി എക്സ്പെൻസ്, ലിവിംഗ് എക്സ്പെൻസും കാര്യങ്ങളും, ഫുഡ്, ഹോസ്റ്റൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ അത്രയും പൈസ വേണം. $6,000 1 year ഫീസ് വേണം. അപ്പൊ മൊത്തം $36,000 6 വർഷത്തേക്ക് നമുക്ക് ഫീസ് ആയിട്ട് വേണം. ഈ ഒരു ഫീസും കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ലോൺ ആയിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും. നമ്മളിപ്പോ ഒരു ഡിഗ്രി പഠിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ലോൺ എടുത്ത് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ MBBS പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒരു +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകും. ഇപ്പോൾ UAE ഗൾഫിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച് 4 ലക്ഷം രൂപ ഒരു വർഷം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അങ്ങനെ ഒരു 6 വർഷം പഠിച്ച് നിങ്ങൾ ഡോക്ടർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ വന്ന് ജോലി ചെയ്യാം. ഇനി നിങ്ങൾ നാട്ടിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? നീറ്റ് ക്വാളിഫൈ ആയി പോകുന്നവർക്ക് നാട്ടിലേക്ക് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നാട്ടിൽ തിരിച്ച് ജോലി വന്നു ചെയ്യാനുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നീറ്റ് എഴുതുക. നീറ്റ് എഴുതാണ്ടും നിങ്ങൾക്ക് ജോർജിയയിലേക്ക് MBBS പഠിക്കാൻ പോകും. പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഗൾഫ് UAE-ലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് വെച്ചാൽ നാട്ടിൽ വന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നാട്ടിലൊരു എക്സാം ഉണ്ട്. ആ എക്സാം ക്ലിയർ ചെയ്യണം. എക്സാം ക്ലിയർ ചെയ്തിട്ട് 1 year ഇന്റേൺഷിപ്പ് നാട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നാട്ടിലേക്ക് വരാം. പിന്നെയുള്ള നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് എന്താ പറയുക പ്ലാബ് എഴുതി UK ലേക്ക് പോകും. അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നതായിരിക്കും. പ്ലാബും UK ലേക്ക് എങ്ങനെ ഡോക്ടേഴ്സിന് വരാൻ പറ്റുന്നതിനെ പറ്റി ഒരു വീഡിയോ ഉറപ്പായിട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതായിരിക്കും. പിന്നീടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോകാം. MOH എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഗൾഫിലേക്ക് പോകാം. അവിടെ ചെന്നാലും എക്സാം എഴുതുക, പാസ്സാവുക, 1 ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യാം. കാരണം ഹെൽത്ത് സെക്ടർ ആയതുകൊണ്ട് ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് MBBS-ഉമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് നമുക്ക് വേറെ പ്രത്യേകിച്ച് MBBS-ന് വിസ കാര്യങ്ങൾ പ്രോഗ്രാമുകൾ അങ്ങനെ നിങ്ങൾക്ക് വൺസ് നിങ്ങളുടെ +2 ഇതും 10th മാർക്ക് ലിസ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ പാസ്പോർട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യും. നിങ്ങൾ ജോർജിയ ചേർന്ന് നിങ്ങളുടെ അക്കോമഡേഷൻ, എയർപോർട്ട് പിക്കപ്പ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ അകത്തുള്ള സർവീസ് ചാർജസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ പറയുക ഓരോ ടൈമിംഗ് ആണ് നമ്മൾ എടുത്ത് അലോക്കേറ്റ് ചെയ്ത് പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ള അഡ്മിഷൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ജോർജിയയിലേക്ക് എത്തുന്നതിന്റെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഓഫീസിന്റെ അഡ്രസ്സ് കാര്യങ്ങൾ, അതുകൂടാണ്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ എല്ലാം ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിർത്തിയതിനു ശേഷം നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അഡ്മിഷൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ജോർജിയയിലേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ഡിഗ്രി UK പഠിക്കുന്നു. ഇപ്പൊ എന്റെ സിസ്റ്ററിന് എനിക്ക് MBBS ജോർജിയ ഈ കാര്യം ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് എന്റെ സിസ്റ്ററിനെ വേണ്ടത്. എന്റെ പേരൻസ് പക്ഷെ അവർ അത്രയും കോൺഫിഡന്റ് അല്ലായിരിക്കില്ല. ഞാൻ എന്റെ ഒരു 23-24 ഏജിൽ എനിക്ക് ഈ കാര്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വിടാൻ പറ്റി. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ ആളും ചിലപ്പോൾ എന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വർക്ക് എനിക്ക് വിടാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ നിങ്ങളുടെ എന്താ പറയാ എനിക്ക് ഇനി ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നോക്കാതെ നിങ്ങളുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുക, വീട്ടിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര ഒരു ബഡ്ജറ്റ് ആണ്, ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും ഇതിനെപ്പറ്റി കുറച്ച് സ്റ്റുഡൻസിനെ അന്വേഷിക്കുക. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളും ഇവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് അവിടെയുള്ള സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് ഉറപ്പായിട്ട് ഇങ്ങനെ ട്രസ്റ്റ് ആണ് ബിൽഡ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും വർക്ക് പെർമിറ്റ് മറ്റുള്ളവരുടെ പൈസ കൊടുത്ത് ഏജൻസികളുടെ പൈസ കൊടുത്ത് കളയുന്നേക്കാളും ഭേദം ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ആൾക്കാരുടെ അക്വയർ ചെയ്തവർക്ക് അത് യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ജോർജിയനെ പറ്റി പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ വർഷവും നമ്മൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ഇടും. പുതിയ ഇപ്പൊ ജോർജിയയിൽ എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വന്നാൽ അത് നമ്മൾ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യും.